സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻഡോസ്കോപ്പി എന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ എൻഡോസ്കോപ്പിയാണ്. ഈ ഗ്യാസ്ട്രോ എൻഡോസ്കോപ്പിയും വിവിധ തരത്തിലുണ്ട്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ എൻഡോസ്കോപ്പി ഞാൻ പറഞ്ഞ പോലെ പല തരത്തിലുണ്ട്. പ്രധാനമായും നമ്മുടെ ജനേന്ദ്രിയത്തിലെ പല ഭാഗങ്ങളുണ്ട്. ആദ്യം ഭാഗം എന്ന് പറയുന്നത് അന്നനാളോ ആമാശയാണ്. ഇവ കണ്ടെത്തുന്നതിന് അതിലുള്ള അസുഖങ്ങൾ കണ്ടെത്തുന്നതിനുള്ള എൻഡോസ്കോപ്പിയാണ് ഗ്യാസ്ട്രോസ്കോപ്പി, അപ്പർ ജി എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. പിന്നെയുള്ള ഇതെന്ന് പറയുന്നത് ചെറുകുടലിന്റെ ഭാഗമാണ്. ചെറുകുടൽ സ്മോൾ ബോൾ എൻഡോസ്കോപ്പിയാണ് എൻഡറോസ്കോപ്പി എന്ന് പറയും. ഇത് ചെറുകുടലിന്റെ 6 മുതൽ 8 മുതൽ മീറ്റർ വരെ നീളമുള്ള ചെറുകുടലിന്റെ ഉൾഭാഗം പൂർണ്ണമായിട്ടും കാണുന്നതിന് ഈ എൻഡറോസ്കോപ്പി സഹായിക്കുന്നു. വേറെ ഉള്ള അവസാനത്തെ ഭാഗം, അതായത് വൻകുടലിന്റെ ഭാഗം എൻഡോസ്കോപ്പിയാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. ഇത് വൻകുടലിന്റെ ഉൾഭാഗത്തെ ട്യൂമറുകളും വ്രണങ്ങളും എല്ലാം നമുക്ക് ഈ കൊളോണോസ്കോപ്പി വഴി കണ്ടെത്താൻ സഹായിക്കും. ഈ ഗ്യാസ്ട്രോസ്കോപ്പി എന്തിനെല്ലാം ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്യാസ്ട്രോസ്കോപ്പി ഞാൻ പറയുന്ന പോലെ ഈ അന്നനാളം, ആമാശയം, ചെറുകുടലിന്റെ ആദ്യ ഭാഗം എന്നിവയുള്ള പല അസുഖങ്ങളെയും രോഗനിർണയം, അതായത് ഡയഗ്നോസ് ചെയ്യുന്നതിന് സഹായിക്കുന്നത് ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി എന്ന് പറയും. ഇതുകൂടാതെ ചില ചികിത്സാ രീതികളും തെറാപ്യൂട്ടിക് ചെയ്യുന്നതിനും ഈ ഗ്യാസ്ട്രോസ്കോപ്പി സഹായിക്കും. അതായത് തെറാപ്യൂട്ടിക് എൻഡോസ്കോപ്പി എന്ന് പറയും. എപ്പോഴാണ് ഈ ഗ്യാസ്ട്രോസ്കോപ്പി ചെയ്യേണ്ടി വരുന്നത്? ഗ്യാസ്ട്രോസ്കോപ്പി നമ്മൾ പ്രധാനമായും ഈ അപ്പർ ജി സിംറ്റംസ്, അതായത് നമ്മുടെ അന്നനാള, ആമാശയം എന്നിവയുണ്ടാകുന്ന രോഗങ്ങൾ ഉള്ളവർക്കാണ് പ്രധാനമായും അത് ചെയ്യുന്നത്. പ്രധാനമായും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് വയറിനുണ്ടാകുന്ന പെപ്റ്റിക് അൾസർ ഡിസീസാണ്. അതായത് ആമാശയത്തിലുണ്ടാകുന്ന വ്രണങ്ങളാണ്. പിന്നെയുള്ള ഒരു ഡിസീസ് പറയുന്നത് അന്നനാളത്തിലും ആമാശയത്തിലും ഉണ്ടാകുന്ന ക്യാൻസർ, അതായത് അർബുദമാണ്. പിന്നെ ആമാശയത്തിലുണ്ടാകുന്ന വീക്കം, ഗ്യാസ്ട്രൈറ്റിസും ഈ എൻഡോസ്കോപ്പി വഴി കണ്ടെത്താൻ സാധിക്കും. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ലിവർ സിറോസിസ്, അതായത് കരൾ വീക്കമുള്ള രോഗികൾക്ക് ചിലപ്പോൾ രക്തക്കുഴൽ വീങ്ങിയിട്ട് അത് പൊട്ടി ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ കണ്ടുപിടിക്കുന്നതിന് എൻഡോസ്കോപ്പി ഉപയോഗിക്കും. ഗ്യാസ്ട്രോസ്കോപ്പി വഴി ഏതെല്ലാം രോഗങ്ങൾ കണ്ടെത്തി ചികിത്സിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞാൽ ഇത്തരം പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഗ്യാസ്ട്രോസ്കോപ്പി ചെയ്യുന്നത്. ഇത്തരം രോഗികളുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ദീർഘകാലം ഉണ്ടാകുന്ന വയറുവേദന, ചിലപ്പോൾ വയറ് ഉയർത്തിരിക്കുന്ന അവസ്ഥ, വയറിനകത്ത് ഭാരം പോലെ തോന്നുക, പിന്നെ ദീർഘകാലം ആഹാരം വിഴുങ്ങാനുള്ള പ്രയാസം, ഛർദി, രക്തം ഛർദിക്കുക, മലത്തിൽ കൂടി രക്തം കറുത്ത നിറത്തിൽ പോവുക, പിന്നെ ദീർഘകാലം വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, പിന്നെ വിളർച്ച എന്നീ എല്ലാ ലക്ഷണങ്ങളുള്ള രോഗികൾക്കും ഈ അപ്പർ ജി എൻഡോസ്കോപ്പി ചെയ്യേണ്ടതാണ്. നമുക്ക് നേരത്തെ ഈ എൻഡോസ്കോപ്പിയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതെന്താണെന്ന് വ്യക്തമാക്കുക. എന്തിനാണ് ഉപയോഗിക്കുന്നത്? എൻഡോസ്കോപ്പി നമ്മൾ പ്രധാനമായിട്ടും ചെറുകുടലിന്റെ ഈ രോഗങ്ങൾക്ക് കണ്ടുപിടിക്കുന്നതാണ് ഈ എൻഡോസ്കോപ്പി ഉപയോഗിക്കുന്നത്. ഈ ചെറുകുടലിന്റെ രോഗങ്ങൾ, ചെറുകുടൽ എന്ന് പറയുന്നത് വളരെ നീളമുള്ള ഒരു അവയവമാണ്. അതായത് 6 മുതൽ 8 മീറ്റർ വരെ ഇതിന് നീളമുണ്ട്. അതിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണുള്ളത്: ഡുവോഡിനം, ജെജുനം, ഇലിയം. അപ്പൊ ഈ 3 ഭാഗങ്ങൾക്കും പല രോഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഈ രോഗങ്ങൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനും എൻഡോസ്കോപ്പി വഴി കഴിയും. എല്ലാ രോഗങ്ങളും അത്തരത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു? അതെ, എൻഡോസ്കോപ്പി പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ചെറുകുടലിന്റെ വ്രണങ്ങൾ, അതായത് അൾസേഴ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ ചെറുകുടലിലുണ്ടാകുന്ന മുഴകൾ, പലതരം മുഴകളുണ്ട്. വീര്യം കൂടിയ മുഴകൾ, അതായത് ക്യാൻസർ എന്ന് പറയും, അർബുദം. പിന്നെ വീര്യം കുറഞ്ഞ പോളിപ്പ് എന്ന് പറയുന്ന ചെറിയ മുഴകളുണ്ട്. ഇവയെല്ലാം നമുക്ക് ഈ എൻഡോസ്കോപ്പി വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ചെറുകുടലിലുണ്ടാകുന്ന രക്തസ്രാവം, അത് ബ്ലീഡിങ്, അത് എൻഡോസ്കോപ്പി വഴി കണ്ടെത്താൻ സാധിക്കും. മറ്റൊന്ന് ഈ കൊളോണോസ്കോപ്പി, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൊളോണോസ്കോപ്പി ഞാൻ പറഞ്ഞ പോലെ ദഹനേന്ദ്രിയത്തിന്റെ അവസാനത്തെ ഭാഗമാണ് കോളൻ അഥവാ വെൺകുടൽ എന്ന് പറയുന്നത്. വെൺകുടലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് സീക്കം, അസെൻഡിംഗ് കോളം, ട്രാൻസിസ് കോളം, ഡിസെൻഡിംഗ് കോളം, റെക്ടം എന്നിവയാണ്. ഇപ്പോൾ ഈ കോളൻ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്ന് പറയുന്നത് ഈ വെൺകുടലിൽ ഉണ്ടാകുന്ന പലതരം മുഴകളുണ്ട്. വീര്യം കുറഞ്ഞ മുഴകളായ പോളിപ്പും വീര്യം കൂടിയ മുഴകളായ ക്യാൻസറും ഉണ്ട്. പിന്നെ വെൺകുടലിൽ ചില വ്രണങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ വെൺകുടലിൽ TB, അതായത് ക്ഷയരോഗം ബാധിക്കാം. വെൺകുടലിൽ രക്തസ്രാവം എന്നിവയെല്ലാം പല ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കൊളോണോസ്കോപ്പി വഴി കണ്ടെത്താൻ സാധിക്കും. കൊളോണോസ്കോപ്പി ചെയ്യേണ്ടത് എപ്പോഴാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പല ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണ്ടെത്താം. പ്രധാനമായും ഇത്തരം രോഗങ്ങളുള്ള ആളുകൾ പ്രധാനമായും വയറിരിക്കുന്ന അവസ്ഥ, വയറിനകത്ത് നീണ്ട നിൽക്കുന്ന വേദന, ചിലപ്പോൾ വയറിനകത്ത് എന്തെങ്കിലും തടിപ്പോ എല്ലാം തോന്നുക,
പിന്നെ എന്തെങ്കിലും മലത്തിൽ കൂടി മലബന്ധം, അതായത് മലം പോകാതിരിക്കുന്ന അവസ്ഥ, മലത്തിൽ കൂടി രക്തം പോവുക, മലം കറുത്ത് പോവുക, പിന്നെ ഭാരക്കുറവ്, വിശപ്പില്ലായ്മ എന്നിവയെല്ലാം പല സിംറ്റംസും ഉണ്ടായിരിക്കും. ഈ രോഗങ്ങളുള്ള എല്ലാ രോഗങ്ങളുടെ ലക്ഷണങ്ങളുള്ള രോഗികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കൊളോണോസ്കോപ്പി ചെയ്യേണ്ടതാണ്.